നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BHIC 134 യൂണിറ്റ് 8 യൂണിറ്റ് 9. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടിന്യൂഷനാണ്. അതായത് കൊളോണിയലിസം വന്നു കഴിഞ്ഞിട്ട് ബ്രിട്ടീഷിന്റെ കൊളോണി ആയതിനു ശേഷം ആ സമയത്ത് വന്നിരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കൊളോണിയലിസത്തിന് മുമ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ കൊളോണിയലിസം അവരുടെ ക്യാപിറ്റലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ എന്താ നടന്നിരുന്നത്. ഈ സമയത്ത് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് മുതലാളിത്വം, അതായത് ജമീന്ദാരി സിസ്റ്റം. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു കാർഷിക വിഭവങ്ങളുടെ കാലഘട്ടത്തിൽ അവരുടെ കരം മേടിക്കുന്ന സിസ്റ്റമാണ്. അപ്പൊ ജമീന്ദാരി സിസ്റ്റം ഒന്നുണ്ടായിരുന്നു, റോയിറ്റ് വാരി സിസ്റ്റം പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇതിൽ നിന്നും ഈ രണ്ട് സിസ്റ്റവും മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതായത് കരം പിരിക്കുന്ന ഈ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ സിസ്റ്റമായിട്ട് കരം മേടിക്കുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ലാൻഡ് ലോർഡിസം ജമീന്ദാരിയിലും റോയിറ്റ് വാരിയിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കോളനി ആയ സമയത്തിന് ശേഷം നമ്മൾ ഇതിനെ 3 ഭാഗമായിട്ട് വിരിക്കുന്നുണ്ട്. അതായത് ഓരോന്നിലും ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ഇവർ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കോളനീനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൂഷണം ചെയ്ത് അവരുടെ ആവശ്യത്തിനുള്ള വിധത്തിൽ മാറ്റിയെടുത്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അതുവഴി തന്നെ അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. അതാണ് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. കാർഷികത്തിൽ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. നമ്മൾ അരിധാന്യങ്ങൾ കർഷകൻ നെല്ലോ ബാജറയോ ബാർലിയോ കൃഷി ചെയ്യുന്നതിന് പകരം കോട്ടൺ ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള കോട്ടൺ ഇവിടെ ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോവുക. അതാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് അവർ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെ ചൂഷണം ചെയ്തത്. പിന്നെ വരുന്നത് ഒരു വലിയൊരു സ്റ്റേജ് വരുന്നത് അവരുടെ ഈ ജമീന്ദാർ തന്നെ അടുത്ത കുഞ്ഞു ആൾക്കാർക്ക് സബോർഡിനേഷന് വേണ്ടിയിട്ട് കൃഷി ചെയ്തോളൂ, അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്ന മാതിരിയുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇനി ആദ്യത്തെ സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മളെ ചൂഷണം ചെയ്തതെന്ന് നോക്കാം. ആരംഭമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നമ്മളുടെ അടുത്ത് അവരായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ആദ്യത്തെ പോയിന്റ്. അതായത് വേറെ ആരോടത്തും, വേറെ ഫ്രഞ്ചുകാരടുത്തോ ഡച്ചുകാരടുത്തോ പോർച്ചുഗീസുകാരടുത്തോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല. ഓൺലി ഇംഗ്ലീഷ് കമ്പനിക്ക് മാത്രമേ സാധനങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ എത്രത്തോളം നമുക്ക് പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ എത്രത്തോളം കുറച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും, അതാണ് ചോദിക്കുന്നത്. അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ മേടിക്കുന്ന സമയത്ത് സാധനങ്ങളുടെ വില കുറഞ്ഞിരുന്നാൽ മാത്രമേ അവരുടെ മാർക്കറ്റിൽ, യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുപോയി അത് വലിയ പ്രൈസിന് വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇവിടെ കിട്ടുന്നതിന്റെ 4 ഇരട്ടി പ്രോഫിറ്റ് പുറത്തുണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വിൽക്കാൻ തയ്യാറാവണം. അതവർ നിർബന്ധമായിട്ട് പറഞ്ഞു. നിങ്ങൾ ഏറ്റവും കുറച്ച് കൊണ്ടുവന്നിട്ട് എത്രത്തോളം വില താഴ്ത്തി കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഇവരെ കൊണ്ട്, കർഷകരെ കൊണ്ട് കമ്പൽ ചെയ്യിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു അവർ ആദ്യം ഇട്ട ബെയ്റ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ കർഷകനെ ഈ വ്യവസായത്തിലേക്ക് പിടിച്ചു വലിക്കാൻ വേണ്ടി ആദ്യം ഒരു കോട്ടൺ കിലോ കണക്കിന് മേടിക്കുമ്പോൾ അത് നല്ല വില കൊടുക്കും. ധാന്യത്തിനെക്കാട്ടി വലിയ വില കൊടുക്കുമ്പോൾ കർഷകന്റെ മനസ്സിൽ തോന്നും, ഞാൻ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ധാന്യം ചെയ്യുന്നത്, കോട്ടൺ ആവുമ്പോൾ പരിപാലിക്കാനും എളുപ്പമാണ്, വെള്ളം കുറവാണ്, ഇങ്ങനെയൊക്കെ ആ ഒരു
ചിന്തയിൽ കൂടെ അവന്റെ മനസ്സിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ആശ ഉണ്ടാക്കുന്നു. ആശ വന്ന ശേഷം അവൻ കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്തടുത്ത അല്ലെങ്കിൽ ഭൂമിയിലൊക്കെ ഇതേ വരുമ്പോഴത്തേക്കും അവിടെ സാധനം പ്രൊഡക്ഷൻ വന്നിട്ട് സർപ്ലസ് ആവും, അല്ലെങ്കിൽ കൂടുതലായിട്ട് കോട്ടൺ കൾട്ടിവേഷൻ ആവും. അപ്പോൾ അവർക്ക് പ്രൈസ് കുറയ്ക്കും. അത് മാർക്കറ്റിന്റെ ട്രെൻഡാണ്. സാധനങ്ങൾ കൂടുതൽ വന്നാൽ പ്രൈസ് കുറയും. നമ്മൾ ഡെയിലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, സാധനങ്ങളുടെ സപ്ലൈ കൂടിയാൽ മാർക്കറ്റിന്റെ സാധനത്തിന്റെ വില കുറയും. സപ്ലൈ കുറവാണെങ്കിൽ സാധനത്തിന്റെ വില കൂടും. ഫ്ലക്ച്വേഷൻ പ്രൈസ് എന്ന് പറയാം. അത് എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ട്രേഡ് എത്രത്തോളം അവർക്ക് ഉപയോഗപ്പെടാൻ പെടും, അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ വേറെ ഒരു കാരണവശാലും മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, ഈ ബിസിനസ്സുകാര്, അതായത് ഇന്ത്യയിലത്തെ ബിസിനസ്സുകാര് വേറെ ഒരു ബിസിനസ്സിലും അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, വേറെ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ മുഗൾ രാജാക്കന്മാരുടെ തളർച്ചയും അവരുടെ താഴ്മയും കാരണം ഇത് അവർക്ക് വളരെ പ്രയോജനപ്പെട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ കാലഘട്ടത്തിൽ മുഗൾ രാജാക്കന്മാരുടെ തകർച്ച വളരെ സൗകര്യമായിട്ട് അത് അവരുടെ കൺവീനിയന്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടി അത് മാറ്റിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. പിന്നെ അടുത്തതായിട്ട് പറയുമ്പോൾ പതിയെ ഇവർ ഈ ഓരോ സ്ഥലങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഇവർക്ക് ഈ ഇന്ത്യയിലുള്ള കാർഷികര്, അല്ലെങ്കിൽ വ്യവസായം ചെയ്യുന്നവര്, അല്ലെങ്കിൽ നെയ്ത്ത് ജോലിയിൽ ഇടപെട്ടിട്ടുള്ളവര് ഡയറക്റ്റ് ആയിട്ട് കമ്പനി അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. ഡയറക്റ്റ് ആയിട്ട് കമ്പനി അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ അവരുടെ ക്ലോത്തിനെയും കുറച്ച് കൊണ്ടുവരും. അപ്പൊ അവരുടെ തോന്നല്, നെയ്ത്തുകാർക്ക് തോന്നല് നമ്മൾ കമ്പനി സ്റ്റാഫാണ് എന്നുള്ളൊരു തോന്നൽ തോന്നും. പക്ഷെ അതിന്റെ അന്തരാർത്ഥം എന്താന്ന് വെച്ചാൽ ഇവര് പതുക്കെ ഈ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ സ്റ്റേജില്, സെക്കൻഡ് സ്റ്റേജിൽ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജിലാണ്, അതായത് 18ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടങ്ങളിൽ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ, ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് വരുമ്പോൾ അവരുടെ ഗവൺമെന്റിന്റെ റവന്യൂ കൂടെ അവരുടെ കൺട്രോളിൽ വരുന്നു. അതായത് സ്ഥലത്തിലെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ സ്റ്റാഫ് എന്നുള്ള ലെവലില് അവർ നേരിട്ട് വരുമ്പോഴത്തേക്കും പതുക്കെ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ഖജനാവിലേക്ക് കൂടുതൽ പൈസ വരികയും അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് കിട്ടുകയും ആ ടാക്സ് മുഖാന്തരം അവർക്ക് പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമ്മള് സാമ്പത്തികമായിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ സാമ്പത്തികമായിട്ട് അവർ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ അതിന്റെ അന്തരാർത്ഥം എന്താന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ പവറിനെ പിടിച്ചടക്കുക എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഏതെങ്കിലും എന്തിനാണ് അവർ ഇത്രയും ടാക്സുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അടുത്ത കാലഘട്ടങ്ങളിൽ അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാകും, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ലോങ് ഡ്യൂറേഷൻ, ഒരു 100 years ഓഫ് വാർ എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാര് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് നെയ്ബറിങ് കൺട്രികളുമായിട്ട്, അടുത്തുള്ള അയൽവാസികളുമായിട്ട് അവർ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധനപരമായും സാമ്പത്തികമായും അതേമാതിരി തന്നെ ശാരീരികമായും കൂടുതൽ ആൾക്കാരുടെയും ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഈ ആവശ്യം വരുമ്പോൾ ഇവർക്ക് ഓരോ എനിമീനെയും അല്ലെങ്കിൽ ഓരോ പങ്കാളിനെയും അടിച്ചമർത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ നേവൽ ഫോഴ്സ് വലുതായിരിക്കണം, ഫോർട്ട് കെട്ടിയിരിക്കണം, ആർമിയിലുള്ളവർക്ക് സാലറി കൊടുക്കണം, അവരെ വെച്ചുകൊണ്ടിരിക്കണം. അത് കൂടാണ്ട് ട്രേഡിംഗ് പോസ്റ്റും അതായത് ബിസിനസിന്റെ പോസ്റ്റും നന്നായിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ധനപരമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ മാക്സിമം ടാക്സ് കരം പിടിക്കാൻ നോക്കും, ഏതെങ്കിലും വിധത്തിൽ പിടിക്കാൻ നോക്കും. ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇന്ത്യൻ ആൾക്കാരെ ചൂഷണം ചെയ്ത് എടുത്താണ് അവര് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ഇനി
അടുത്തതായിട്ട് നമ്മൾ ഇവരെന്തിന് ഈ ധനം ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇന്ത്യൻ മണി ഉപയോഗിച്ചിട്ടാണ് വേറെ സ്ഥലങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നു. ഇന്ത്യക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും, ബിസിനസ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഗോൾഡ് കൊണ്ടുവരുന്നു, എക്സ്പോർട്ട് ആയിരുന്നു, ഗോൾഡ് വരുന്നു, സിൽവർ വരുന്നു. ഈ ഗോൾഡും സിൽവറും ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോവുക. അതേമാതിരി തന്നെ അവർ വിചാരിച്ചു എന്തിനാ അത് ചെയ്യുന്ന, ഇവിടെ തന്നെ നമുക്ക് അത് ചെയ്തുകൂടെ എന്നുള്ള ലെവലിൽ വരുമ്പോൾ ഈ പതുക്കെ ഇന്ത്യൻ ട്രേഡും ഹാൻഡിക്രാഫ്റ്റും അവര് മൊണോപ്പൊളി ചെയ്യും. ഞങ്ങൾക്ക് മാത്രമേ തരാൻ പാടുള്ളൂ, നിങ്ങൾ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്നത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുത്തോളണം, അങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള കരകൗശല വ്യവസായം പതുക്കെ താഴാൻ തുടങ്ങി. അതായത് കരകൗശല വ്യവസായം തന്നെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയാം. ഹാൻഡിക്രാഫ്റ്റ്, വീവേഴ്സ്, ക്രാഫ്റ്റ്മാൻ, ഇവർക്കൊക്കെ ഒന്നില്ലെങ്കിൽ അവരുടെ സാധനം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം, ബ്രിട്ടീഷുകാർക്ക് തരുന്ന പൈസ മേടിച്ചോളണം, വളരെ കുറഞ്ഞ വിലയെ കിട്ടുള്ളൂ, പുറത്തുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ആ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മളുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല, നമ്മൾ കൊടുക്കണം, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതവർ സമ്മതിക്കുന്നില്ല, എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവരുന്നു. പിന്നെ വരുന്നത് ഈ ഇവിടെയുള്ള ബ്രിട്ടീഷുകാരുടെ ഓഫീസേഴ്സ്, അതായത് വലിയ വലിയ പോസ്റ്റിൽ ബ്രിട്ടീഷുകാരെ അവർ നിയമിക്കുന്നു. ഇന്ത്യയിൽ അവരെ ബ്രിട്ടീഷുകാരെ ഓഫീസറായിട്ട് നിയമിക്കുന്നു. ഇവർക്ക് സാലറി കൊടുക്കണം, വീട് കൊടുക്കണം, സർവൻസ് ക്വാർട്ടേഴ്സ് കൊടുക്കണം, അവർക്കുള്ള സാലറി കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, തിരിച്ചു പോകുമ്പോൾ അവർക്ക് പെൻഷനും കൊടുക്കണം. ഇത് അവര് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളമാണ്. അപ്പോൾ അതും അവിടെ എവിടെ നിന്ന് കിട്ടും? എത്രത്തോളം പണം അല്ലെങ്കിൽ ധനം കൂട്ടാൻ പറ്റുമോ അത്രയും അവർ കൂട്ടിയാൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ വരുന്നത് വെച്ചാല്, ഇവിടെ ഈ കോളനി ടൈമിൽ ഒരു ഫ്രീ ട്രേഡ് എന്നൊരു പോളിസി കൊണ്ടുവരുന്നുണ്ട്. ഈ ഫ്രീ ട്രേഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങളുടെ ട്രേഡ് അവർക്ക് ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അതേസമയം അവരുടെ കാര്യങ്ങള് മാർക്കറ്റ് എപ്പോ നോക്കിയാലും മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. ആ ടെക്സ്റ്റൈൽസിന്റെ മെറ്റീരിയൽ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കോട്ടൺ മെറ്റീരിയലും അതേമാതിരി ഫുഡ് ഗ്രെയിൻസും ഒക്കെ അവരുടെ മാർക്കറ്റിനെ അവിടെ മാനുഫാക്ചറിങ് ഗുഡ്സില് മാനുഫാക്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ വ്യവസായം ചെയ്തിട്ട് കൊടുക്കുന്നതിന് അത് ഒരു താരതമ്യപ്പെടുത്തി നോക്കുന്നു. അപ്പോ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ വലുതായിട്ട് സാധനങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ എക്സ്ചേഞ്ചിലെ എക്സ്പോർട്ടാണ്, നമ്മളുടെ സാധനങ്ങൾ അവർക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. എന്താ പറ്റുന്ന വെച്ചാല്, ഒന്നില്ലെങ്കിൽ ഈ ഡ്യൂട്ടികള്, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയും, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനത്തിനുള്ള ഡ്യൂട്ടിക്കാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പുറത്തേക്ക് പോകുന്നത് എക്സ്പോർട്ട്. അപ്പൊ ഈ ഡ്യൂട്ടിയൊക്കെ ഒന്നില്ലെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ നോമിനൽ റേറ്റിൽ കൊണ്ടുവരിക. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ഫ്രീ ട്രേഡിൽ എന്താ ഉദ്ദേശിച്ചത് വെച്ചാല്, ഇവിടെ ബ്രിട്ടീഷ് ക്യാപിറ്റലിസ്റ്റ് കൺട്രിക്ക് അല്ലെങ്കിൽ അവിടെ ബിസിനസ്സുകാർക്ക് ഇവിടെ ഉണ്ടാവുന്ന ചായ, കോഫി, ഇൻഡിക, അതാണ് നമ്മൾക്ക് കാണാൻ പറ്റും. കേരളത്തിലൊക്കെ നമ്മള് പ്ലാന്റേഷൻസ് കാണുന്നുണ്ട്. അതേമാതിരി ആസാമില് പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ ഒരേ വസ്തുവിനെ ഏക്കർ കണക്കിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഏക്കർ കണക്കിൽ നട്ട് വളർത്തിയെടുക്കുക. അതിനാണ് ടീ പ്ലാന്റേഷൻ അല്ലെങ്കിൽ കോഫി പ്ലാന്റേഷൻ. അതായത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എസ്റ്റേറ്റ് എന്ന് പറയാം. ടീ എസ്റ്റേറ്റ്, കോഫി എസ്റ്റേറ്റ്. അപ്പൊ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റേഷൻ എന്നാണ് അർത്ഥം. ഒരേ സാധനം തന്നെയായിരിക്കും ഏക്കർ കണക്ക്, 10 ഏക്കർ, 15 ഏക്കർ, 100 ഏക്കർ ഇങ്ങനെ കൃഷി ചെയ്തെടുക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനം ഏറ്റവും കുറഞ്ഞ ലെവലിൽ റേറ്റിൽ കിട്ടും. പിന്നെ അതിനെ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് മൈനിങ് ആണ്. മോഡേൺ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്കും കൽക്കരി ഉൽപാദനം, മൈനിങ്,
അത് എല്ലാ വിധത്തിലും എല്ലാ മിനറൽസും ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഗവൺമെന്റിന് ആക്റ്റീവായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ്, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആക്റ്റീവായിട്ടുള്ള അവര് സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും ധനാഢ്യന്മാരെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിനെ. ഒരാൾക്ക് മുതൽ മുടക്കാൻ കഴിവുള്ളവരാണ് ബിസിനസ്സുകാർ. ആ ബിസിനസ്സുകാരെയാണ് ഇവര് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജിലും ഇത് തന്നെ തോന്നുന്നു. അഗ്രികൾച്ചറിൽ, അതായത് കാർഷികത്തിൽ നിന്നും നമ്മൾ മാറി ഒരു ബിസിനസ് വിധത്തിലേക്ക് മാറുന്നു. അതാണ് നമ്മൾ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പെർമനന്റ് സെറ്റിൽമെന്റും റോയിറ്റ് വാരി സെറ്റിൽമെന്റും. ടാക്സിനെ എങ്ങനെ കൊടുക്കാം, എത്ര വെച്ച് കൊടുക്കണം, ആര് മുഖാന്തരം കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പരാമർശിച്ചത്. അപ്പൊ ഈ ടാക്സ് ആണ് ഇവരുടെ റവന്യൂ, അല്ലെങ്കിൽ ഇവരുടെ ധനം എന്ന് പറയുന്ന ടാക്സ് ആണ്. ആ ടാക്സ് കാർഷിക വിഭവത്തിൽ നിന്ന് വരുന്ന ടാക്സിനെയാണ് മാറ്റി പല വിധത്തിൽ എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പിന്നെ ഗവൺമെന്റ് അടുത്തതായിട്ട് കാർഷികത്തിന് വേണ്ടത് വെള്ളം വേണം. അത് പുഴയിൽ നിന്നായാലും ശരി, കനാലിൽ നിന്നായാലും ശരി, അതിന്റെ ആവശ്യങ്ങൾ കുറച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്ത് കൊടുത്തിട്ട്, എന്തിനാണ് ഇവിടെ ഒരു സ്റ്റീം എഞ്ചിൻ, അതായത് 18th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചിട്ട് കപ്പലുകൾ കൊണ്ടുപോകുക, അത് റിവറിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കടലിൽ പോവുക. അപ്പൊ ഇവർക്ക് സ്റ്റീം ആവുമ്പോഴത്തേക്കും കൽക്കരി ഇട്ട് സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്ത് അത് ഷിപ്പ് സെയിൽ ചെയ്യുന്നു, റിവറിലും നമ്മുടെ എന്താ പറയുന്ന കടലിലും. പിന്നെ അതേ സ്റ്റീം തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ റെയിൽവേസ് ആയ റോഡ് റെയിൽവേസ്. അപ്പൊ റെയിൽവേസിലും സ്റ്റീം എഞ്ചിനാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതേമാതിരി പിന്നെ അവർ റോഡും ഒക്കെ നന്നാക്കി. കാരണം മൂവ്മെന്റ്, ഈ ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് സൗകര്യപ്പെടുത്തി വെച്ചു. എന്തിനാ സൗകര്യപ്പെടുത്തി വെച്ചാല് ഇവരുടെ ആവശ്യത്തിനാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാധനങ്ങൾ കൊണ്ടുവരാനും, അതേമാതിരി പാടത്തിൽ നിന്ന് പോർട്ട് വരെ കൊണ്ടുപോകാൻ, പാടം ദൂരെയാണെങ്കിൽ പോർട്ട് കടലിന്റെ അടുത്തായിരിക്കും. അപ്പോ ആ പാടത്തിൽ നിന്ന് പോർട്ടിലേക്ക് എത്തണമെങ്കിൽ റോഡ് നന്നാവണം. ട്രക്ക് മുഖാന്തരം കൊണ്ടുപോകാനുള്ള വേണ്ടിയിട്ടാണ് റോഡൊക്കെ നന്നാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ അവര് വേറൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് വഴി അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഒരു സാധനം ഇവിടെ നിന്ന് കപ്പലിൽ കയറി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ടെലിഗ്രാഫ് വഴി അവര് ലണ്ടനിലുള്ള അല്ലെങ്കിൽ അവരുടെ തലസ്ഥാനത്തുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ അതിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ആണ്, എത്ര സമയം കൊണ്ട് അവിടെ എത്തും. അപ്പൊ പോസ്റ്റ് മുഖാന്തരം അവർ അയക്കുന്നു. അതായത് നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ സ്പീഡ് പോസ്റ്റ് ആയാലും ശരി, ഏത് പോസ്റ്റ് ആയാലും ശരി, നമുക്കൊരു ഒരു റെസിപ്റ്റ് തരുന്നുണ്ട്, ഇന്ന ദിവസം ഇന്ന സാധനം കയറ്റി അയച്ചു എന്നുള്ളത്. അങ്ങനെ ഇതിനെ കുറച്ചുകൂടെ സൗകര്യപ്പെടുത്തി എടുക്കുന്നത് മുഴുവൻ അവരുടെ ആവശ്യത്തിനാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ, ഇവരുടെ ബിസിനസ്, ഇവരുടെ എക്കണോമിക് ആയിട്ടുള്ള മാറ്റങ്ങള് എല്ലാം അവസാനിക്കുന്നത് വന്നത് ടാക്സിലാണ്. ടാക്സ് മാക്സിമം ആരാ കൊടുക്കുന്നത്? ബിസിനസ് ചെയ്യുന്നവരല്ല ടാക്സ് കൊടുക്കുന്നത്. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കർഷകരും സാധാരണക്കാരുമാണ് ടാക്സ് അടയ്ക്കുന്നത്. ഈ ടാക്സേഷൻ കൂടുതലായി വരുമ്പോഴത്തേക്കും അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അഡ്മിനിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞു, മിലിറ്ററി ഉണ്ടാക്കി, അവര് കോട്ടകൾ ഉണ്ടാക്കി, സിവിൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ടാക്കി, റെയിൽവേസ് ഉണ്ടാക്കി, ടാക്സ് ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞാലും ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്നത് ആരാ? ഈ പാവപ്പെട്ട കർഷകൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ. ബിസിനസ്സിന് അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ആൾക്കാർക്ക് അവരുടെ സാലറി ആയിട്ടും അവരുടെ ക്വാർട്ടേഴ്സ് ആയിട്ടും അവരുടെ ചെലവിനുള്ള കാര്യങ്ങളായിട്ടും അതിന്റെ ഭാരം വന്നു വീഴുന്നത് സാധാരണക്കാരനായ കർഷകന്റെയും മറ്റുള്ള മനുഷ്യരിലാണ്. അതാണ് ഈ ടാക്സേഷന്റെ കാര്യത്തിൽ ഇത്രയും കടുംപിടുത്തം പിടിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ ഇവരെന്താ കൊണ്ടുവരുന്നത് വെച്ചാല്,
ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇന്റർനാഷണൽ കമ്പനികളുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ 1860 ഒരു പുതിയ ടൈപ്പ് അവരുടെ കമ്പനികൾ ഇവിടെ ഇൻഡസ്ട്രിയെ തുടങ്ങുക. അപ്പോ ഈ യൂറോപ്പിലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്തിട്ടുള്ളത്. അത് ബാക്കിയുള്ള സ്റ്റേറ്റ്സിലേക്കൊക്കെ, USA-ക്കും ജപ്പാനിലേക്കൊക്കെ മാറുമ്പോൾ ഒരു ബ്രിട്ടന്റെ ഒരു ആധിപത്യം കൂടുതലായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അവര് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ സ്പ്രെഡായി വരുമ്പോഴത്തേക്കും ഇവർക്കും കുറച്ച് അത് അടിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റിയുള്ള ഒരു നോളേജ് നമുക്ക് അധികം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ഇവിടെ വളരെ സ്ലോ ആയിട്ട് പോയത്. അപ്പോ പുതിയതായിട്ടുള്ള ഇൻഡസ്ട്രികള്, കെമിക്കൽ ഇൻഡസ്ട്രി, പെട്രോളിയം ഇൻഡസ്ട്രി, കമ്പസ്റ്റൻ എഞ്ചിൻ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഈ സമയത്ത് കാലഘട്ടങ്ങളിൽ മൂന്നാമത്തെ കാലഘട്ടത്തിൽ ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ അതൊക്കെ പഠിച്ചെടുക്കുന്നു. ഇത് കൂടാണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് വേൾഡ് മാർക്കറ്റാണ്. വേൾഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുമിക്കുക, ഇവിടെ നിന്ന് മേടിക്കുക, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ലെവലിൽ പുറത്തേക്ക് കൊണ്ടുപോകുക, അവിടെ വിൽക്കുക. അപ്പൊ ഈ ഗ്രോത്ത്, ഡെവലപ്മെന്റിന്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാർ കൂടുന്നത് അനുസരിച്ച് സാധനങ്ങളുടെ ആവശ്യം കൂടും, സൗകര്യങ്ങളുടെ ആവശ്യം കൂടും. അപ്പോൾ ബിസിനസ് ഇംപ്രൂവ് ആവും. ഇതിന്റെ കൂടെ നമ്മൾ കാണുന്നത് ഒരു സർപ്ലസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വരിക എന്നുള്ള ഒരു സ്ട്രഗിളാണ്, ഒരു ബദ്ധപ്പാടാണ്. എങ്ങനെ ഇതിനെ ഈ പുതിയ ഇൻഡസ്ട്രീനെ സെക്യൂർ ആയിട്ട് നോക്കണം. നമ്മൾ പണ്ട് കാലങ്ങളിൽ തുടങ്ങിയതാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ. നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭോപ്പാൽ ദുരന്തം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഗ്യാസ് കമ്പനിയിൽ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പനികളൊക്കെ ഇവിടെ തുടങ്ങുക, കെമിക്കൽ കമ്പനീസ് തുടങ്ങുക, ആവശ്യങ്ങളായ അത് ഇന്ത്യയെ കാർഷികത്തിൽ നിന്ന് പതുക്കെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ വ്യവസായം, ബിസിനസ് മാറ്റി അവരെ എടുക്കുകയാണ് ചെയ്തത്. ഇതിൽ തന്നെ നമ്മളുടെ ഉള്ള വീട്ടിലുള്ള ഇവിടെയുള്ള ബിസിനസ്സും ഇൻഡസ്ട്രിയും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുത്തിട്ട് സെമി കോളനീസ്, ചെറിയ കോളനീസും അല്ലെങ്കിൽ ക്യാപിറ്റലിനെ എടുത്തു കൊണ്ടുപോകുന്ന വിധത്തിൽ കൊണ്ടുപോകുന്നു. ഈ എത്ര ക്യാപിറ്റൽ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മൂലധനം, ഈ മൂലധനത്തിനെ കൊണ്ടിച്ച് ഇടാൻ പറ്റുന്നവർക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ മൂലധനം കൊടുക്കുന്ന ബാങ്കിങ് ഇൻഡസ്ട്രി ആയാലും ശരി, ക്യാപിറ്റൽ ഇൻഡസ്ട്രിയൽ ബിസിനസ് കമ്പനികൾ, ഫാക്ടറികളായാലും ശരി, ഇതിനെ അവർക്കൊക്കെ വലിയ വിധത്തിലുള്ള ലാർജായിട്ട് ഒരുപാട് എക്സ്പോർട്ടും ചെയ്യണം. ആ ക്യാപിറ്റലിനെ അവർ കൊണ്ടുവന്ന് അവിടെ ഇറക്കണം. ആദ്യത്തെ 2-3 വർഷം നിങ്ങൾക്ക് ഒരു ധനം കിട്ടുന്നുള്ള വിചാരം വേണ്ട. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കൊക്കെ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ ഒരു ബിസിനസ്സുകാരനും അത്ര പെട്ടെന്ന് ലാഭം കൊയ്യാൻ പറ്റില്ല. പക്ഷെ തുടങ്ങി കുറച്ച് കാലക്രമേണയാണ് അവര് വലുതായി വരിക. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കോളനീന്റെ റൂള് ഇന്ത്യയില് ഒരു അവര് പിടിച്ചു വെച്ചിരുന്ന വേറെ ആരും ചെയ്യാൻ പാടില്ല, വേറെ ആരും ബിസിനസ്സിന് തുടങ്ങാൻ പാടില്ല. അവരുടെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവര് ബിസിനസ് തുടങ്ങി, പിന്നെ ആ ബിസിനസ്സിൽ നിന്ന് അവര് ഫലം കൊയ്തെടുക്കുന്നു. അങ്ങനെ വേറെ ആരും ചെയ്യാൻ പാടില്ല എന്ന് അവര് പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ക്യാപിറ്റല് അവരുടെ ധനം അല്ലെങ്കിൽ അവരുടെ വെൽത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വെച്ചാല് റെയിൽവേസ്, മെയിൻ ആയിട്ടുള്ള റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ്, ട്രേഡ്, പ്ലാന്റേഷൻ, കോൾ മൈനിങ്, ജൂട്ടിന്റെ മില്ലുകള് അല്ലെങ്കിൽ കപ്പൽ ശാലകള്, ഇതൊക്കെ ബാങ്കിങ് ഒക്കെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 3ാമത്തെ സ്റ്റേജിലാണ്. ഇനി ഇതിനെപ്പറ്റി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ക്രിറ്റിസിസം, എങ്ങനെയാണ് ഈ സംഭവങ്ങൾ അവരെന്തിനാ അവരുടെ ധനം കൊണ്ട് ഇവിടെ ഇറക്കുന്നത്? അപ്പൊ അതിനെപ്പറ്റി നാഷണൽ ലെവലിലുള്ളവര് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അവര് പറഞ്ഞു ഹോം ചാർജസ് എന്ന് പറഞ്ഞ ഒരു പണം അവര് ഗവൺമെന്റ് ഇന്ത്യക്ക് കൊടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ മേടിച്ചോണ്ടിരുന്നു. അതെന്താന്ന് വെച്ചാല് ഹോം ചാർജസ്, ഹോം എന്ന് വെച്ചാൽ വീട്, എവിടെന്നാ ആരാ കൊടുത്തിരുന്ന ഈ ഹോം ചാർജസ്? ഇവിടെ ഉള്ളവര്.
ടാക്സേഷൻ ആണ്, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ടാക്സേഷൻ. അത് ഏതൊക്കെ വിധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ട് പോകും, പ്രോഫിറ്റ് ആയിട്ട് പോകും, ട്രാൻസ്ഫർ, ക്യാപിറ്റൽ ട്രാൻസ്ഫർ, ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ക്യാപിറ്റല് അത് അവർ പ്രൈവറ്റ് അക്കൗണ്ടിൽ. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടിരുന്നത് മുഴുവനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ നാശം തുടങ്ങിപ്പോയി. ഇത് വലിയ സ്കെയിലുള്ള ഇൻഡസ്ട്രീസ് ആണ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്രയും എമൗണ്ട് ഇൻവോൾവ്മെന്റ് അവരുടെ ഗവൺമെന്റ് വരുമ്പോൾ അത് അവർ, നമ്മൾ സാധാരണ ഈ ടോള് മേടിക്കാന്ന് പറയില്ലേ, കെട്ടിയിട്ട് റോഡ് ബ്രിഡ്ജൊക്കെ കെട്ടിയിട്ട് ടോള് മേടിക്കാന്ന് പറയില്ലേ, ടോള് കൊടുക്കുന്നത് അത് ഉപയോഗിക്കുന്നവരാണ്. ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ ടോള് കെട്ടുന്നു. അപ്പോൾ അവിടെ ആദ്യം അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ടോളായിട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് അത് അവരിട്ട പണത്തിനെ അവർ തിരിച്ചെടുക്കുന്നു. അതാണ് ടോൾ സിസ്റ്റം. ഇവിടെ ഫ്രീ ട്രേഡും ലേസി ഫെയർ തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസുകാരന്മാരെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലേസി ഫെയർ ഇസ് എ ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു വാക്കാണ്. ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പോലീസുകാരനെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതിനൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അവര് ഞങ്ങളെ ഫ്രീ ട്രേഡിന് അനുവദിച്ചത് കൊണ്ട് നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതാണ് അവിടെ വരുന്നതിന്റെ അർത്ഥം. അങ്ങനെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കാർഷികമായിരുന്ന കൺട്രിയിൽ നിന്ന് പതുക്കെ ഇംഗ്ലണ്ടിന്റെ ഒരു കമ്പനി വ്യവസായത്തിനുള്ള റോ മെറ്റീരിയൽസ്, അവരുടെ കമ്പനികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാനും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമായി മാറി വരികയാണ്. ഈ ലാൻഡ്, ഇതിന്റെ റവന്യൂ മുഴുവനും നമ്മുടെ ആൾക്കാരിൽ നിന്നാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അത് പല വിധത്തിലും അവർ തിരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയില് ഇങ്ങനെ വന്നപ്പോൾ, കാർഷികം കുറഞ്ഞു പോയപ്പോൾ ഇവിടെ ഭക്ഷ്യക്ഷാമം വന്നു, ഭക്ഷ്യക്ഷാമം വന്നു. കോട്ടൺ തിന്നാൻ പറ്റില്ലല്ലോ, അരിയോ ചോറോ കഴിക്കണമെന്നുണ്ടെങ്കിൽ ധാന്യം തന്നെ വേണം. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാണ്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നു, കൺട്രിയിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവനും പുറത്തേക്ക് പോകുന്നു. ഏത് വിധേന റവന്യൂ കളക്ഷൻ എന്നുള്ള കരം പിടിക്കുക അല്ലെങ്കിൽ ടോള് പിടിക്കുക എന്നുള്ള ലെവൽ അത് പുറത്തു പോകും. അപ്പോൾ ഇത് മാത്രമല്ല, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ, ആർമി ഉണ്ട്, പോലീസ് ഉണ്ട്, അവർക്കുള്ള കമ്പനികളുണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, ഇതിനെല്ലാം വരുന്ന ചെലവ് ഈ പാവപ്പെട്ട ആൾക്കാരുടെ ടാക്സിൽ നിന്നാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെന്റിനെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ചെടുക്കുന്നു. ഇനി എക്കണോമിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പ്രകാരം കർഷകനും ആർട്ടിസനും വർക്കറും മർജന്റിനും എല്ലാവർക്കും ഈ പോളിസിയിൽ അഫക്റ്റ് ആയിപ്പോയി. അതുകൂടാണ്ട് നമ്മുടെ സാധാരണമായ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എല്ലാം താഴ്ന്നു പോരുന്നു, ഡോക്യുമെന്റേഷൻ പോയി. പിന്നെ ആർക്കാ ബലം കിട്ടുന്നത് മുഴുവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. കാരണം അവരുടെ പ്രൈസ് ഇവിടെ ലോ പ്രൈസ് മേടിക്കുന്നു, ഇംഗ്ലണ്ടിൽ ഹൈ പ്രൈസ് കൊടുക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവരാണ് ബെനിഫിറ്റ് കിട്ടിയത്. 18ാം നൂറ്റാണ്ടിലും ഇതേമാതിരി ഫ്രഞ്ചിലും ഡച്ചിലും ഉള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തി മൊണോപ്പൊളി ട്രേഡ് എടുത്ത് ഉപയോഗിച്ചു. അപ്പൊ അവർക്ക് ബെനിഫിറ്റ് കിട്ടി. അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റീസിലാണ് ഈ ബംഗാളിൽ നിന്നും സിൽക്ക് സാരി ആയിട്ടും എല്ലാം കൊണ്ടുപോകാനും, മെറ്റീരിയൽസ് ആയിട്ട് കൊണ്ടുപോകാനും, ആർട്ടിസൻസിനെ കൊണ്ടുപോകാനും യൂറോപ്യൻ മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് എടുത്ത് അവർ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു ഇന്ത്യയുടെ 19ാം നൂറ്റാണ്ടിൽ വളരെ കൂടുതലായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ, ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുക. എന്തുകൊണ്ടാണ് ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടത്? ഓരോ വിധത്തിലും അഗ്രികൾച്ചറിൽ ഇല്ല, നമ്മൾക്ക് ടെക്നോളജി ഇല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്വത്തൊക്കെ ആൾക്കാരുടെ പോകുന്നു, റവന്യൂ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിക്കാർക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ കർഷകന് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ അതിന് നമ്മള് അവരുടെ ഡ്രെയിനിങ് ആണ്, വലിച്ചെടുക്കുകയാണ്. പിന്നത്തെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനവും ആഹാര സാധനമല്ല നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത് മുഴുവനും ഫാക്ടറികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അവിടെ തന്നെ മാർക്കറ്റിൽ, എക്സ്റ്റേണൽ മാർക്കറ്റിലും ഇന്റേണൽ മാർക്കറ്റിലും വിൽപ്പനയ്ക്ക് വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഈ സമയത്താണ് നമ്മളിവിടെ കോട്ടൺ ബൂം എന്ന് പറയും. 1860 കോട്ടൺ ബൂമില്
ഇവിടത്തെ കർഷകരുടെ ഏരിയയിൽ നിന്നുള്ളത് ക്യാപിറ്റലിസ്റ്റ്, വേൾഡ് ക്യാപിറ്റലിസ്റ്റിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വില്ലേജിലുള്ള ആൾക്കാര് അല്ലെ ബനിയാസ് എന്ന് പറയുന്നത് ഈ പണം ധനം കൊടുക്കുന്ന പലിശക്കാര്, അവരാണ് ഇങ്ങനെ ഉപയോഗപ്പെട്ടിരുന്നത്. മോഡേൺ ഇൻഡസ്ട്രിയും ക്യാപിറ്റലിസത്തിൽ വരുമ്പോ ഇവിടെ വേൾഡ് വാർ ആണ്, ഫസ്റ്റ് വേൾഡ് വാർ 1912. ഇതിനെപ്പറ്റി നമ്മൾ പരാമർശിക്കുന്നില്ല. ഈ സമയത്ത് ബോംബെയില് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലൈസേഷൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് വാർ വരുമ്പോഴത്തേക്കും ഒരുപാട് നഷ്ടങ്ങൾ വരും. ആ ഇന്ത്യൻ ക്യാപിറ്റലൊക്കെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ കോളനിയിലുള്ള കമ്പനിയിലുള്ളതും ബാക്ക്വേർഡ് ആയി പോകുന്നു. ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് യൂണിറ്റ് 9 ആണ്. ഇതിൽ വരുന്നത് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് ആണ്. സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് എന്നല്ല, ഇവിടെ കണ്ടിരുന്ന തെറ്റുകളെ എടുത്ത് പറഞ്ഞ് അവർ നന്നാക്കുകയാണ് സോഷ്യലി. ആ സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്, ജാതിയുണ്ട്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെ എക്സ്പോസ് ചെയ്യുന്നു, അതിന്റെ വീക്ക്നെസ് എക്സ്പോസ് ചെയ്ത് അതിനെ മാറ്റാനുള്ള ശ്രമമാണ് റിലീജിയസ് മൂവ്മെന്റ്സ്. നമ്മളുടെ ആൾക്കാരുടെ ഹിന്ദു മതഭ്രാന്തിന്റെ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഹിന്ദുയിസത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം. ഇവിടെ ഇതിന് കാര്യമായിട്ട് അവർ ചെയ്യുന്നത് റീഫോംസ് എങ്ങനെയാ കൊണ്ടുവരുന്നത് വെച്ചാൽ, ആദ്യം ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. ഏതൊക്കെ വിധത്തിൽ? ലിറ്ററേച്ചറില്, ക്രിസ്ത്യാനിറ്റിയില്, ഓറിയന്റൽ റിസർച്ചില്, യൂറോപ്യൻ സയൻസ്, ഫിലോസഫി, ഇതിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവര് നിങ്ങൾ മൂടന്മാരാണ് എന്നുള്ള വിധത്തിൽ കൊണ്ടുവന്ന്, അതിപ്പോ നമ്മളെ എൻലൈറ്റിങ്, സിവിലൈസിങ് എന്നാ പറയാ, നമ്മളെ ഒരു ഭാവിയിൽ സിവിലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ മെത്തേഡ് അവർ എന്തൊക്കെയാ എടുത്തിരുന്ന വെച്ചാല്, സോഷ്യൽ ഇഷ്യൂവും റിലീജിയസ് ഇഷ്യൂവും ഇത് രണ്ടും വളരെ സെൻസിറ്റീവാണ്. കാരണം ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂല് അവർക്ക് മതഭ്രാന്തം അങ്ങനെ, അല്ലെങ്കിൽ ഓരോരോ ആൾക്കാരുടെ ഇന്ത്യൻ കസ്റ്റംസിൽ വരുന്ന വ്യത്യാസങ്ങൾ, രാംമോഹൻ റായ് ബംഗാൾ, ഗോപാൽ ഹരി ഇവരൊക്കെ, വീരശലിംഗം ആന്ധ്രയില്, ഇവരൊക്കെ വളരെ പഠിച്ചവരും ഇതിനെപ്പറ്റി അറിഞ്ഞവരുമാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇവരുടെ അഡ്വാൻറ്റേജ്, ഇംഗ്ലീഷുകാരുടെ അഡ്വാൻറ്റേജ്, അതേമാതിരി സോഷ്യൽ ആയിട്ടുള്ള കംഫർട്ട് നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏതൊക്കെ ഏരിയയിലാണ് അവര് റീഫോംസ് അല്ലെങ്കിൽ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചത്? സോഷ്യൽ റീഫോംസ് ആണ് ഞാൻ ഈ പറയുന്നത്. സോഷ്യൽ റീഫോംസ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ സതി പ്രാക്ടീസ് ചെയ്തിരുന്നു. സതി എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യ, ജീവനുള്ള ഭാര്യ ആ തീയിൽ ചാടി ഒപ്പം മരിക്കുക. അതായത് ഹിന്ദു കസ്റ്റത്തിൽ ഉണ്ടായിരുന്നതാണ് സതി. അതേമാതിരി ഇൻഫാന്റിസൈഡ്, പെൺകുട്ടിയാണ് ജനിക്കണെന്ന് വെച്ചാൽ ആ കുട്ടീനെ തിരിച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ ഇട്ടിട്ട് അവരെ കുഞ്ഞു ന്യൂ ബോൺ ബേബീനെ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രാക്ടീസ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പ്രാക്ടീസ് എന്തുകൊണ്ടാണ് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാല്, ആ കാലഘട്ടത്തിൽ ഹിന്ദുയിസത്തില് വിഡോസിന്റെ ജീവിത ചരിത്രം നോക്കുകയാണെങ്കിൽ വലിയ പാടാണ്. അവർക്ക് നല്ല ആഹാരമില്ല, കളർഫുൾ ഡ്രസ് ഇടാൻ വയ്യ, ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അതായത് വിഡോ എന്ന് പറഞ്ഞ നശിച്ചവൾ എന്നുള്ള ഒരു ലെവലാണ്. എന്താണ്, കണി കാണാൻ കൊള്ളൂല, അങ്ങനെ പല വിധത്തിലും അവർക്ക് മെന്റൽ ടോർച്ചർ, ഫിസിക്കൽ ടോർച്ചർ, തലമുടിയൊക്കെ മൊട്ടയടിക്കണം, വെള്ള സാരി ഉടുക്കണം, ഇതൊക്കെ അനുഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ജനിച്ച കുട്ടീനെ അപ്പൊ തന്നെ കൊന്നു കളഞ്ഞാൽ തീർന്നല്ലോ. അതായിരുന്നു ആ ഉദ്ദേശം. പിന്നെ ചൈൽഡ് മാരേജ് പ്രാക്ടീസ് ചെയ്തിരുന്നു. ചൈൽഡ് മാരേജ് 5 വയസ്സും 9 വയസ്സുള്ള കുട്ടി കല്യാണം കഴിച്ചിരിക്കണം നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ചൈൽഡ് മാരേജ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വരനായിട്ട് വരുന്ന പയ്യൻ 8, 9, 10 വയസ്സുള്ള കുട്ടിയായിരിക്കും. അയാൾ പെട്ടെന്ന് മരം കയറി താഴെ വീണു, കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു പാമ്പ് കൊത്തി മരിച്ചുപോയി. ആ കുട്ടി 5 വയസ്സോ 6 വയസ്സോ ഉള്ള പെൺകുഞ്ഞ് വിഡോ ആയിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം. ഈ വിഡോന്റെ എക്സ്പീരിയൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അവര് ഇൻഫന്റിസൈഡ് ചെയ്തത്. പിന്നെ ഈ എന്തുകൊണ്ട് വിഡോയ്ക്ക് കല്യാണം കഴിച്ചുകൂടാ, റീമാരേജ് ചെയ്തുകൂടാ, ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തൊരു പറഞ്ഞ കാസ്റ്റ്, പല വിധത്തിലുള്ള തൊട്ടുകൂടായ്മ കാസ്റ്റ് നമ്മുടെ ഹിന്ദു കസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, എഡ്യൂക്കേഷൻ, പഠിപ്പ് വലിയ സൊസൈറ്റിയിൽ, അതായത് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഹൈ ലെവൽ സൊസൈറ്റിക്ക് മാത്രമേ പഠിച്ചു. നമ്മൾ വേദാസ് പഠിക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകൾക്കൊന്നും പഠിപ്പിക്കലില്ല. അത് മാത്രമല്ല, ബ്രാഹ്മിൻസ് ആണ് കൂടുതൽ വേദാസ് പഠിക്കുന്നത്, സാൻസ്ക്രിറ്റിലാണ്. അതും
എഴുത്ത് ശിബിയിലല്ല, ഓറലി കേട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനും ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ പൊളിറ്റിക്സ് പല ആൾക്കാർ വയ്ക്കുക, ഐഡിയല് ദൈവത്തിന്റെ രൂപങ്ങൾ വെച്ച് വർഷിപ്പ് ചെയ്യുക, ഒരാൾക്ക് പത്നി എന്നുള്ളത് 1, 2, 3 ആകാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ സോഷ്യൽ റീഫോം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതേമാതിരി റിലീജിയസ് ആയിട്ടുള്ള സൂപ്പർസ്റ്റിഷൻ, കടൽ കടക്കാൻ പാടില്ല, ബ്ലാക്ക് വാട്ടർ എന്നാണ് പറയുന്നത്, കടൽ കടക്കാൻ പാടില്ല. മുന്നിൽ വരുന്നവരുടെ റിലീജിയസ് ആയിട്ടുള്ള സൂപ്പർസ്റ്റിഷൻസ് നമ്മൾ ബിലീവ് ചെയ്തിരുന്നു. അത് മാത്രമല്ല ബ്രാഹ്മണന്മാരായ പ്രീസ്റ്റ്മാര് വളരെ കൂടുതലായിട്ട് സൊസൈറ്റിയിൽ നമ്മൾക്ക് പറയാം ഇമോഷണൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാം, അതും ചെയ്തുകൊണ്ടിരുന്നു. നീ ബ്രാഹ്മണന് എല്ലാം കൊടുക്കുക, ശമണ്ടി കൊടുക്കുക എന്ന് പറയും. മരിക്കുന്ന ആളുടെ ഓർമ്മ ദിവസം നമ്മൾ ഒരു ശമണ്ടി കൊടുക്കാന്ന് പറയും. ശമണ്ടി കൊടുക്കാന്ന് പറയുന്ന അയാൾക്ക് പകരം ഒരാൾക്ക് നമ്മൾ എല്ലാ സാധനങ്ങള്, ധാന്യങ്ങള്, വസ്ത്രം, ദക്ഷിണ ഇതൊക്കെ കൊടുക്കുന്നതിനാണ് ശമണ്ടി കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഹിന്ദുയിസത്തിലുള്ള പ്രീസ്റ്റുമാര് ഒരു വിധത്തിൽ ആൾക്കാരെ മുതലെടുത്തുകൊണ്ടിരുന്നു. ഇനി നമ്മൾ പറയുന്ന 4 റീഫോംസ് ആണ്. ഏത് വിധത്തിലാണ് റീഫോംസ് കൊണ്ടുവരിക? ആദ്യത്തത് നമ്മളുടെ തന്നെ അകത്തുള്ള റീഫോം നമ്മൾ എങ്ങനെ മാറ്റണം, നമ്മുടെ സൊസൈറ്റിയിലുള്ള തെറ്റിനെ മാറ്റി മറിക്കണം, അകത്തിൽ നിന്ന് അകം ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്, നിങ്ങൾ ചെയ്യുന്നത് ദോഷത്തരമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ അവയർനെസ് കൊടുക്കുക. നമ്മളിപ്പോൾ തന്നെ ഡ്രഗ്സിനുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോയി അവയർനെസ് കൊടുക്കാറുണ്ട്. സ്കൂളുകളിൽ പോയി വലിയ ഓഫീസേഴ്സ് ഡ്രഗ് വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടുകൂടായ്മ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സ്കൂളുകളിലും ഓഫീസേഴ്സ് എല്ലാവരും പോയി അവയർനെസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് അത് അറിവില്ലാത്ത കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഡിബേറ്റും ഡിസ്കഷൻസും നടത്തുക. പല വിധത്തിലുള്ള ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരാണ് ഇപ്പൊ നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ പറ്റി നമ്മൾ വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് അയാളെ പറ്റി നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പാർട്ടിനെ പറ്റി അറിഞ്ഞിരിക്കണം, ഡിസ്കഷൻസ് നടത്തണം. അങ്ങനെയും ഇവരെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ റിഫോം ചെയ്തു കൊടുക്കുക. അതാണ് ആദ്യത്തെ ഭാഗം, സ്വയം അകത്തിൽ നിന്ന് അറിവ് നേടുക. രണ്ടാമത്തത് ത്രൂ നമ്മൾ നിയമപ്രകാരമായിട്ട് പോകും. നമ്മൾ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് ഒരു മുത്തലാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമം വായിച്ചതിൽ കൂടെ, നിയമത്തിൽ കൂടെ അത് മാറ്റുക. അതാണ് ലെജിസ്ലേറ്റീവിൽ കൊണ്ടുവന്ന് അത് നമ്മുടെ പാർലമെന്റിൽ വെച്ച് അങ്ങനെ അതിനെ മാറ്റി നിയമമാക്കി കൊണ്ടുവരുമ്പോഴാണ് അതിന് സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെയും സോഷ്യൽ റീഫോമിലും നമ്മൾ റീഫോംസിൽ ഇവിടെ നിയമമായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാല് വിഡോ റീമാരേജ്, അല്ലെങ്കിൽ 5 വയസ്സോ കുട്ടിയല്ല ചൈൽഡ് മാരേജ് ബാൻ ചെയ്യണം. അല്ലാണ്ട് നിവർത്തിയില്ലല്ലോ. ഈ കുഞ്ഞു പിള്ളേരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക, അതിനെ ജീവിതകാലം മുഴുവൻ വിഡോ ആയിട്ട് സഫർ ചെയ്യാൻ പാടുക, അതൊക്കെ നിർത്തിയിട്ട് ഒരു ഹസ്ബൻഡ് മരിച്ചു പോയാൽ ആ വിഡോ ജീവിതകാലം മുഴുവൻ വിഡോ ആയിട്ട് ഇരിക്കണം എന്നില്ലല്ലോ. സൗകര്യമായിട്ടുള്ള ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. അത് നിയമപരമായിട്ട് മാറ്റുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം, ഈ ചേഞ്ചസ് എന്തൊക്കെയാ കൊണ്ടുവരണമെന്ന് വെച്ചാല് സിംബോളിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. സിംബോളിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഇവിടെ ഡെറോസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗാൾ പേപ്പറിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ട്, അവര് ഒരു കോളേജ് ടീച്ചറായിരുന്നു. അങ്ങേര് ഇത് റാഡിക്കലായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കൊണ്ടിരിക്കും. ഇതിനെപ്പറ്റി കുട്ടികൾ, അതായത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റും, യങ് മൈൻഡാണ് പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുക. ചേഞ്ച് നിങ്ങളിപ്പോ ഒരു പഴയ ആൾക്കാരോട്, പഴയ പ്രായമായവരോട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിസ്റ്റമായ മൊബൈൽ, ഇന്റർനെറ്റോ ചാറ്റിംഗ് ഒക്കെ പാടാണ്. അതേസമയം കൊച്ചു പിള്ളേർ പെട്ടെന്ന് മനസ്സിലാക്കും. അതായത് യങ് മൈൻഡ് ഈസ് വെരി റെഡി. എന്താ പറയാ, അതിന് പെട്ടെന്ന് അവർ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് അത് ബംഗാളിൽ വരുന്നത്, ഈ റീഫോം മൂവ്മെന്റ്. ഇവിടെ എന്താ ചോദിച്ചാല് പുതിയ അറിവിനെ കൊണ്ട്, അല്ലെങ്കിൽ
വിദേശത്തിലുള്ള അറിവിനെ ഇവിടെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള അത് ഏതൊക്കെ വിധത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഉദ്ദേശം കൊണ്ട് സിംബോളിക് ആയിട്ട് ഇവിടെ ചേഞ്ചസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. റിജക്ഷൻ ഒരു 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 പഴയ വിധത്തിനെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരാള് ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ ഞാൻ ആവശ്യം വന്നാൽ കടൽ കടക്കാൻ തയ്യാറാണ് എന്നുള്ള എഴുതി കൊടുക്കണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ. എന്തിനാന്ന് വെച്ചാൽ ഹിന്ദു ധർമ്മപ്രകാരം കടൽ കടക്കാൻ പാടുന്നത് പാപമാണ്. അപ്പോ അതിനെ മാറ്റുന്നതാണ് റിജക്ഷൻ. ആ ട്രഡീഷനെ റിജക്ഷൻ ചെയ്ത് സോഷ്യലായിട്ട് ഞങ്ങൾ കടൽ കടന്നു വന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആ റിട്ടേണിൽ കൊടുക്കുന്നത്. നാലാമത്തെ റീഫോം എങ്ങനെയാന്ന് വരുമ്പോഴെങ്കിൽ സോഷ്യൽ വർക്കിൽ കൂടെ എന്ന് വെച്ചപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം ആര്യ സമാജം രാമകൃഷ്ണ മിഷനും ഒക്കെ എടുത്തിട്ടുള്ളത് ഈ അജ്ഞതയെ മാറ്റുക. അവർ അജ്ഞതയെ മാറ്റിയിട്ട് പുതിയ ജനറേഷനിലേക്ക് കൊണ്ടുവരിക. അടുത്തത് റാഷണലിസത്തിൽ വരുമ്പോഴത്തേക്കും ഈ പഴയ സോഷ്യൽ ഫിനോമിന ഉണ്ടല്ലോ, ഇന്റലക്ച്വൽ പഠിച്ച് പാസ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനികൾ, അവർ ഇതിനെപ്പറ്റി വളരെ ഫിസിക്കലായിട്ടും മെക്കാനിക്കലായിട്ടും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെ ഓരോ വിധത്തിലും ഓരോ രാജ്യത്തിലെ അവർക്ക് ഒരു വിശ്വാസമുണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം ഇവാലുവേറ്റ് ചെയ്യണം. ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ബ്രഹ്മസമാജത്തിലും ഈ വേദാസിനെ പറ്റി വേദം വെച്ചുകൊണ്ട് വേദ ശ്ലോകം വെച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ബ്രാഹ്മൺസ് എങ്ങനെയാണ് നിങ്ങളെ ചൂഷണം ചെയ്തത്, വിഡ്ഢികളായ മനുഷ്യന്മാരെ പ്രീസ്റ്റുമാര് അല്ലെങ്കിൽ പുരോഹിതന്മാർ എത്രത്തോളം നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേമാതിരി തന്നെ സർ സയ്യദ് അഹമ്മദ് ഖാൻ ഇസ്ലാമിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് ആ പോയിന്റിനാണ് നമ്മൾ റാഷണലിസം എന്ന് പറയാം. യൂണിവേഴ്സലിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുമിച്ച് എല്ലാത്തിനെയും എല്ലാ മതത്തിലും കാണുന്ന ഒരൊറ്റ പോയിന്റാണ് ദൈവം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങളിലുള്ള അർപ്പണ ബുദ്ധി, അങ്ങനെ വിശ്വസിക്കുക. അതാണ് ഇവിടെ യൂണിവേഴ്സൽ. എല്ലാ സാഹചര്യങ്ങളിലും സൃഷ്ടികളിലും നിങ്ങൾ ദൈവത്തിനെ കാണാൻ പഠിക്കുക. ഇതേമാതിരി തന്നെ യൂണിവേഴ്സൽ തീസിസം ഉണ്ട്. ബ്രഹ്മസമാജില് അവരും ഇതേമാതിരി തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തത്വമാണ് സ്നേഹം. എല്ലാ മതത്തിലും പറയുന്നത് സ്നേഹമായിക്കുക. ആ സ്നേഹമാണ് അഖില കാരണം ലോകം എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കുട്ടികളിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സയ്യദ് അഹമ്മദ് ഖാനും പറഞ്ഞത് ഇതേ തന്നെയാണ്. പ്രോഫറ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിലുള്ള വിശ്വാസം, ദൈവത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പവറില്, നേച്ചറില്, അതിനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് റിലീജിയനെ കൊണ്ട് അല്ലെങ്കിൽ മതം കൊണ്ട് ഭ്രാന്ത് കാണിക്കാണ്ടിരിക്കുക. യൂണിവേഴ്സൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വരുന്നത് ഒരു ഫിലോസഫിയാണ്, പൊളിറ്റിക്കൽ ഒരു ഫിലോസഫിയാണ് വരുന്നത്. അല്ലാണ്ട് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ന്യായപരമായിട്ടോ സോഷ്യലായിട്ടുള്ള ഔട്ട്ലുക്ക് അല്ല. നമ്മൾ ഒരു ഫിലോസഫിനെയാണ് യൂണിവേഴ്സലിസത്തിൽ കൂടെ നമ്മൾ കൊണ്ടുവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു മതവും അല്ലെങ്കിൽ ഒരു ദൈവവും പറയുന്നില്ല ബലി കൊടുക്കൂ. നരബലി ഉണ്ടായിരുന്നു, ആൾക്കാരുടെ ബലി ഉണ്ടായിരുന്നു, അതൊക്കെ തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സത്യമായ സമർപ്പണത്തോടെ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയായി. ഭക്തിയാണ്, ഭക്തി മൂവ്മെന്റ് ആണ്. ഇനി റീഫോം എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ള വെച്ചാൽ റാംമോഹൻ റായ്, അതായത് രാജാ റാംമോഹൻ റായുടെ ഫാദർ, അങ്ങേര് ഉണ്ടാക്കിയ ആത്മീയ സഭ 1814 അങ്ങേര് ബ്രഹ്മ സമാജ് ഉണ്ടാക്കുന്നു. 1829 ലേറ്റർ ഓൺ അത് ബ്രഹ്മ സമാജായിട്ട് വരും. പിന്നെ വരുന്നത് പരമഹംസ മണ്ഡലി, അതിന്റെ കൂടെ പ്രാർത്ഥനാ സമാജ് മഹാരാഷ്ട്രയിലാണ്. ആര്യ സമാജ് പഞ്ചാബില്. ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരേ കാര്യങ്ങളാണ്, സെയിം മാറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് പറയാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അടുത്ത കാസ്റ്റ് മൂവ്മെന്റ്സിന്റെ കാസ്തുബ സഭ ഉത്തർപ്രദേശില്, സരൈൻ സഭ പഞ്ചാബില്, അതേമാതിരി സത്യ സഹോദർ സമാജ് മഹാരാഷ്ട്രയില്,
നമ്മുടെ നാട്ടിലുള്ള ശ്രീനാരായണ ഗുരു ഇവിടെ കേരളത്തില് പറഞ്ഞിട്ടില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് നാരായണ ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. മതത്തിലല്ല കാര്യം, നമ്മുടെ ഔട്ട്ലുക്കിലാണ്, നമ്മുടെ വിശ്വാസത്തിലാണ്. അതേമാതിരി ആദിയാം ആലിഗർ മൂവ്മെന്റ്, സിംഗസഭ, റുമണി മെയ്ദസാൻ സഭ, ഇതൊക്കെ വന്നിട്ടുള്ളതും എങ്ങനെയാണ് നിങ്ങൾ മതത്തിനെ വിധത്തിൽ കൊണ്ടുപോകുന്നുള്ളതാണ്. ഇനി റാംമോഹൻ റായ് ഉണ്ടാക്കിയ ഐഡിയാസ് ആണ് എന്തൊക്കെയാന്ന് വെച്ചാല്, ഫാദർ മോഡേൺ ഇന്ത്യയുടെ ആളാണ് അങ്ങേര് എല്ലാ ലൈഫിലെ എല്ലാ ഭാഗങ്ങളും തൊട്ടിട്ടാണ് റീജനറേഷൻ ചെയ്യുന്നത്. എല്ലാ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറഞ്ഞു, സ്കോളേഴ്സിന്റെ അടുത്ത് വേണ്ട വിധത്തിൽ സഹായിക്കാൻ പറഞ്ഞു, പബ്ലിഷ് ചെയ്തു, പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു, അനലൈസ് ചെയ്തു റിലീജിയന്, റീസണിങ്ങും കംഫർട്ടും മനസ്സിലാക്കി കൊടുത്തു. റിലീജിയന് എന്തിനാണ് ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസമാണ്, അല്ലാണ്ട് അതില് ഒരുവിധ എന്താണ് ജാലവിദ്യ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അമത്യ സഭ ക്യാരി ചെയ്തു ഉണ്ടാക്കി, അതിൽ കൂടെ ആൾക്കാർക്ക് സോഷ്യൽ മാൽ പ്രാക്ടീസസ് എന്താന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. വിഗ്രഹാരാധന വേണ്ടെന്ന് പറഞ്ഞു. പല വിധത്തിലുള്ള ഒരാൾക്ക് ഒരു ഭാര്യ എന്നുള്ള മൊണോത്തിസം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പല വിധത്തിൽ ബ്രഹ്മസമാജത്തിൽ വഴി അതിനെ പിന്നെ അവസാനം ബ്രഹ്മസമാജം വഴി ഹിന്ദുയിസത്തിന്റെ തെറ്റുകൾ മാറ്റി നന്നാക്കി കൊണ്ടുവരാണ് റാംമോഹൻ റായ് ശ്രമിച്ചത്. ഈ റാംമോഹൻ റായിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രാക്ടീസ് ഓഫ് സതീന്റെ ലോ കൊണ്ടുവച്ചു. അതേമാതിരി പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സോഷ്യൽ കൊണ്ടുവച്ചു. ഇംഗ്ലീഷ് സ്കൂള് കൽക്കട്ടയിൽ തുടങ്ങി. അതേമാതിരി വേദാന്ത കോളേജ് നമ്മുടെ 1885 വേദാന്ത കോളേജ് ഇന്ത്യൻ ഭാഷയിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും. ഇതേമാതിരി തന്നെ വെസ്റ്റേണിലുള്ള എവിടെ നിന്നായാലും നല്ല കാര്യങ്ങൾ എടുക്കണം. വെസ്റ്റിലുള്ള സയന്റിഫിക് നോളജ്, മാത്തമാറ്റിക്സ്, ഫിലോസഫി, കെമിസ്ട്രി, അനോട്ടമി, ഇതൊക്കെ എടുത്ത് നമുക്ക് സയൻസ് ആയിട്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള സയൻസ് ആയിട്ട് എടുത്തു കൊണ്ടുവരിക. അങ്ങനെയാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് വെറുതെ ഭ്രാന്ത് കളിക്കുകയല്ല. പിന്നെ ഇന്ത്യൻ സർവീസിൽ എല്ലാവർക്കും ഒരു തെറ്റ് ചെയ്താൽ അതൊരു ട്രയൽ വഴി തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെയാണ് പവറിനെ ഉപയോഗിക്കേണ്ടത്, എക്സിക്യൂട്ടീവ് എങ്ങനെ ചെയ്യണം, അത് ജുഡീഷ്യറി ആയിട്ട് നിയമപരമായി എങ്ങനെ കൊണ്ടുവരണം, പത്രത്തിന്റെ സ്വാതന്ത്ര്യം, അതേമാതിരി തന്നെ സോഷ്യൽ ഇക്വാളിറ്റി, അതായത് ജുഡീഷ്യൽ ഇക്വാളിറ്റി. ആ കാലഘട്ടത്തിൽ ഒരേ തെറ്റ് ഇംഗ്ലീഷുകാരൻ ചെയ്താൽ അയാൾക്ക് ശിക്ഷയില്ല, ഇന്ത്യക്കാരൻ ചെയ്താൽ അയാൾക്ക് ശിക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഇക്വാളിറ്റി ഇല്ല. ആ ഇക്വാളിറ്റി കൊടുത്തിരിക്കണം. റാംമോഹനാണ് നാഷണലിസ്റ്റ്, നമ്മുടെ ഇന്ത്യയുടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടിരിക്കുന്ന ആളാണ് റാംമോഹൻ റോയ്. അപ്പൊ ഈ ഐഡിയനെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും നേഷണൽ ബിൽഡിങ്ങിൽ ഒരു സോഷ്യൽ റീഫോമോ റിലീജിയസ് റീഫോം വഴി ഒരു രാജ്യത്തിനെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ എന്തൊക്കെ വേണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് റാംമോഹൻ റോയ് പറയുന്നുണ്ട്. ഇനി രവീന്ദ്രനാഥ്, അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫാദർ ദേവേന്ദ്രനാഥ് ടാഗോർ, ഉണ്ടാക്കിയിട്ടുള്ളതാണ് 1839 തത്വബോധിനി സഭ. ഇതിന്റെ എന്താ വെച്ചാല് ഈ റാംമോഹൻ പറഞ്ഞ ഐഡിയാസിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ബ്രഹ്മസമാജിനെയും നടത്തിക്കൊണ്ടു പോവാം. ഇതിൽ കൗണ്ടർ ആക്ടിങ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ആ സമയ കാലഘട്ടങ്ങളിൽ പതുക്കെ ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻ മിഷനറീസ് കൺവേർഷൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ സോഷ്യൽ റീഫോംസ് കൊണ്ടുവരുന്നത്. അപ്പോൾ തിരിച്ചും പറയുന്നു, ഡെവലപ്മെന്റ് വേദത്തിൽ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യിപ്പിക്കരുത്, അതിന് വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തത്വബോധിനി സഭയിൽ പറഞ്ഞിട്ടുള്ളത് ലാംഗ്വേജും കൾച്ചറും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് മനസ്സിലാക്കണം. അതേമാതിരി തന്നെ ബംഗാളി ലാംഗ്വേജില് തപോവനി പ്രസ് ഉണ്ടാക്കി 1843 അതില് പത്രിക എന്ന് വെച്ചാൽ പേപ്പർ, തപോവനി പത്രിക എന്ന് വെച്ചാൽ പേപ്പർ പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ജേർണൽസ് 15 ദിവസം കൂടുമ്പോൾ വരുന്ന ഒരു ജേർണൽസും ഉണ്ടാക്കി. ഇങ്ങനെ ഇവര് പറയുന്ന ഐഡിയാസിനെയൊക്കെ സ്പ്രെഡ് ചെയ്യാനാണ് ഈ പ്രസ് മുഖാന്തരം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീഡം ഓഫ് പ്രസ്സിന്റെ സ്വാർത്ഥത അല്ലെങ്കിൽ അതിനെ റാംമോഹൻ റായ് പറഞ്ഞിട്ടുണ്ട്.
പത്രസ്വാതന്ത്ര്യം കൊടുക്കണമെന്ന്. അപ്പൊ ദേബേന്ദ്രനാഥ് ടാഗോറും അതില് 1843 ഇതേ സമാജത്തിന്റെ റീഓർഗനൈസ് ചെയ്ത് ബ്രഹ്മസമാജമായിട്ട് മാറ്റുന്നു. ഇനി കേശവ് ചന്ദ്രസെൻ പറഞ്ഞിട്ടുള്ളത് മുഴുവനും പെൺകുട്ടികളുടെ ഉദ്ധാരണം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ, സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതേമാതിരി തന്നെ യൂണിവേഴ്സലായിട്ട്, ദൈവത്തിന് യൂണിവേഴ്സലായിട്ട് കൊണ്ടുവരിക. ബ്രഹ്മസമാജസ് എത്രത്തോളം കളക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഈ രാംമോഹൻ പറഞ്ഞ ഐഡിയാസിനെ ബംഗാൾ സൊസൈറ്റിയിൽ കൊണ്ടുവച്ച്, ബംഗാളിലായിരുന്നു കൂടുതലായിട്ടും ഇതിന്റെ പറ്റിയുള്ള, അതായത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും ഇത് നമ്മൾ കാണുന്നത്. ഈ കേരള ചരിത്രം നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ടുകൂടായ്മയും അമ്പലങ്ങളിൽ കയറാൻ പറ്റില്ല, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ഒരു ദൈവത്തിന്റെ മുന്നാലെ എനിക്കും ഒരു ദൈവത്തിന്റെ നടുവിൽ ഒരാളിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തിനെ അല്ലെങ്കിൽ ക്രിസ്ത്യനോ മുസൽമാനോ പ്രാർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ വർഷിപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതേമാതിരി തന്നെ സ്ത്രീ വിഡോന്റെ റീമാരേജ്, ഒരു ഭക്തിവധം, അതായത് കൂടുതലായിട്ട് പത്നിമാരെ വയ്ക്കാൻ പാടില്ല, സ്ത്രീകൾക്കുള്ള പഠിപ്പ്, ഇതൊക്കെ എൻകറേജ് ചെയ്തു കേശവ്. അടുത്ത വിദ്യാസാഗർ എന്താ ചെയ്യുന്നത് വെച്ചാല്, പണ്ഡിറ്റ് വിദ്യാസാഗർ 19ാം നൂറ്റാണ്ടില് സാൻസ്ക്രിറ്റ് സ്കോളറാണ്. അങ്ങേരെ സാൻസ്ക്രിറ്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു 1851. കൂടാണ്ട് വെസ്റ്റേൺ തോട്ടിനെ സാൻസ്ക്രിറ്റ് കോളേജിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂടാതെ നോൺ ബ്രാഹ്മിൻസ്, ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മിൻസിന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, നോൺ ബ്രാഹ്മിൻസിന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ബംഗാളി റൈറ്ററായിട്ട് പ്രൈമറിലും വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രോസ് സ്റ്റൈലിലും എഴുതിയിട്ടുണ്ട്. വിഡോ റീമാരേജിനെ പറ്റിയും വളരെ സോഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യാസാഗർ. ആ വിദ്യാസാഗറിന്റെ എഫേർട്ട് കൊണ്ടാണ് ലീഗലൈസേഷൻ, റീമാരേജ് എന്നുള്ള ഒരു ചട്ടം കൊണ്ടുവരികയും അതിനെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസാനം അത് ഒരു ലോ ആയിട്ട് മാറി. അല്ലെങ്കിൽ അക്കാലത്ത് മാരേജ് ചെയ്യാൻ പാടില്ല, ഒന്നില്ലെങ്കിൽ വിഡോ ആയിട്ട് ജീവിക്കുക അല്ലെങ്കിൽ സതിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത് നിർത്താൻ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നരേന്ദ്രനാഥ്, സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്ന പരമഹംസ. ഈ പരമഹംസ പറഞ്ഞിട്ടുള്ളതും ഫിലോസഫിയാണ്. യൂണിവേഴ്സൽ, ഒരുമിച്ചുള്ള എല്ലാം ഒരേ മാതിരി കാണുക, അല്ലെങ്കിൽ എല്ലാ മതത്തിനെയും ഒന്നായിട്ട് കാണുക. സാൽവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശുദ്ധി, മനഃശുദ്ധി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷമായി, അല്ലാണ്ട് മതഭ്രാന്തന്മാരി നടക്കാൻ പാടില്ല. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു ഭ്രാന്താലയം എന്ന്. കാരണം ഇവിടെ ആൾക്കാർ മതത്തിനെ വെച്ചുകൊണ്ട് ഫാനറ്റിസം എന്ന് പറയാം, അത് തെറ്റാണ്. അതാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, ജാതി മതം, ഇങ്ങനെ റിച്വൽസ്, സൂപ്പർസ്റ്റിഷൻസ്, ഇതൊക്കെ മാറ്റുക. ഇതാണ് ഇവിടുത്തെ ഈ രാമകൃഷ്ണ മിഷൻ തുടങ്ങുന്നു. രാമകൃഷ്ണ മിഷനിൽ പറയുന്നത് സർവീസ് ടു ദ ഹ്യൂമാനിറ്റി, അതാണ് അതിന്റെ ഉദ്ദേശം. നിങ്ങൾ സർവീസ് ചെയ്തു കൊടുക്കൂ ആൾക്കാർക്ക്. എന്തൊക്കെ ഒരു മനുഷ്യനിൽ ദൈവത്തിനെ കാണുക, ആ മനുഷ്യന് ചെയ്യുന്ന വൃത്തി നിങ്ങളുടെ സർവീസ് ആയിട്ട് പോകും എല്ലാ വിധത്തിലും. ഇനി വെസ്റ്റേൺ ഇന്ത്യയിലുള്ള റീഫോംസ് എന്തൊക്കെയാന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ പല ആൾക്കാരുടെ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, പലരെയും ഒന്നൊന്നായിട്ട് എടുത്തു പറയാം. ജാബന്നാർ വിഷ്ണുഭാരതി ഇവിടെ ആദ്യമായിട്ട് വരുന്നത് മഹാരാഷ്ട്രയില്. പുള്ളി അങ്ങനെ ജാബന്നാർ ഓരോ കാലഘട്ടത്തിൽ എഴുതുകയാണ്. ദബോവ, അതായത് പാണ്ഡുരംഗ, ഒരു ഓർഗനൈസേഷൻ ഷേപ്പ് കൊണ്ടുവന്ന് അവിടെ പരമഹംസ സഭ കൊണ്ടുവച്ചിട്ട് അവനെ 19ാം നൂറ്റാണ്ടിൽ കൊണ്ടുവരുന്നു. ഭാസ്കർ പാണ്ഡുരംഗന്റെ അഭിപ്രായത്തിൽ മിലിറ്ററിന്റെ നാഷണലിസ്റ്റ് ലെവലിൽ കൊളോണിയൽ ഇന്ത്യനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യും. അതിനുശേഷം എന്തിനാണ് ഇത് വളരെ ക്ലിയർ ആയിട്ട് അവർ എങ്ങനെയാണ് ഞങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് അവരുടെ പത്രമുഖാന്തരമും എഴുത്ത് മുഖാന്തരമും ചെയ്യുന്നു. ഒരുപാട് ലെറ്റേഴ്സ് എഴുതുന്നുണ്ട്, ബോംബെ ഗസറ്റിലും നോൾഡ് ന്യൂസ് പേപ്പറിലൊക്കെ എക്സ്പോസ് ചെയ്യും. അതായത് ഇവരുടെ ബ്രിട്ടീഷുകാരുടെ റൂള്, ഇന്ത്യയിലുള്ള റൂളിനെ എക്സ്പോസ് ചെയ്താണ് പാണ്ഡുരംഗ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഇനി ഗോപാൽ ഹരി ദേശ്മുഖ് എങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ചാല്, അങ്ങേര് വെറുതെ ഇതേ മരത്തന്നെ ഈ സമയത്ത് മുഴുവൻ അവര് ലെറ്റേഴ്സും വീക്കിലികളിലും പത്രങ്ങളിലും എഴുതിയിട്ടാണ്. ഈ ലെറ്റേഴ്സ് വഴി വരുമ്പോഴത്തേക്കും
ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അത് മാത്രമല്ല, മനസ്സിലാക്കി ഡിബേറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഡിബേറ്റ്സ് നടത്തി, ഡിബേറ്റ്സ് വഴിയും അവർക്ക് മനുഷ്യനെ മനസ്സിലാക്കാണ്. ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് മനുഷ്യത്വത്തോടെ ജീവിക്കുക, അതാണ് വേണ്ടത്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. ഇവിടെ മുസ്ലിം ആയിരുന്ന ഒരു വേലക്കാരൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡിനെ സെർവ് ചെയ്ത് കൊടുക്കുന്ന ബ്രാഹ്മണൻ ഭക്ഷിക്കുക. അന്നത്തെ കാലത്ത് തൊട്ടുകൂടായ്മയുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിനെ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസിൽ കൊണ്ടുവന്നു. അതേമാതിരി തന്നെ വെള്ളം മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് കുടിക്കുക, ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം ജീവിതം വഴി ആണ് ഗോപാൽ ഹരി ദേശ്മുഖ് കാണിച്ചിട്ടുള്ളത്. ഇനി പരമഹംസന സഭയുടെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, അവർ ചെയ്യുന്നത് അവരുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാ കാസ്റ്റ് സിസ്റ്റത്തിനെ മാറ്റണം, തുടച്ചു മാറ്റണം. പക്ഷെ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവർ റിക്രൂട്ട് ചെയ്യുന്ന സഭയിലേക്ക് വരുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്ലഡ്ജാണ്. ആ പ്ലഡ്ജിൽ എന്താ വെച്ചാൽ, ഒരു കാരണവശാലും ഞങ്ങൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യില്ല. ആര് ഉണ്ടാക്കിയാലും, ക്രിസ്ത്യൻ ആയാലും മുസൽമാൻ ഉണ്ടാക്കിയാലും ഞങ്ങൾ കഴിക്കും, ഞങ്ങൾ എല്ലാ വിധത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യാണ്ട് വരും. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു സീക്രട്ട് സൊസൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അവർക്ക് പണിഷ്മെന്റ്. ഇതേമാതിരി കാസ്റ്റ് സിസ്റ്റം സോഷ്യൽ ഈവൽസിനെ മാറ്റി ഫ്യൂ മെമ്പേഴ്സ് മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വിഷ്ണു പ്രസാദ് ശാസ്ത്രി പണ്ഡിറ്റ് ചെയ്തിട്ടുള്ളതും ഇതേമാതിരി. അങ്ങേര് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് വിഡോ റീമാരേജ്, ഒരു സ്ത്രീകളുടെ ഇമാൻസിപ്പേഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഒരു മണ്ഡൽ ഉണ്ടാക്കി, വിദ്യാഭവൻ മണ്ഡൽ ഉണ്ടാക്കി, അവിടെ ആ മണ്ഡൽ വഴി 1865 വിഡോ മാരേജിനെ കൊണ്ട് എൻകറേജ് ചെയ്യിച്ചു. മാരിങ് സ്വന്തമായിട്ട് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. മാരേജ് ചെയ്യുന്നത് ഒരു വിഡോനെ സ്വയം കല്യാണം കഴിച്ചു 1875. അപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ പ്രാക്ടീസ് ചെയ്ത ഒരു സോഷ്യൽ റീഫോമർ ആണ് ശാസ്ത്രി പണ്ഡിറ്റ്. ഇനി ജ്യോതി ബോലെ ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടെയും ഈ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഈ താഴ്ന്ന ജാതിയിൽ ആൾക്കാർ അനുഭവിക്കുന്നത് അറിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ടും അൺടച്ചബിൾസ് അങ്ങേരാണ് ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺടച്ചബിൾസിനുള്ള ഒരു സ്കൂള് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു 1854. അതിന് മാത്രമല്ല, ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ ലിബറേഷന് വേണ്ടിയിട്ട്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും പ്രസംഗിക്കുകയും ചെയ്യുകയും ചെയ്തു. ജ്യോതിബുലെയും വൈഫും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂള് പൂനെയിൽ തുടങ്ങി. ഇനി രാമകൃഷ്ണ ഗോപാൽ പറഞ്ഞിട്ടുള്ളത്, ഒരു മഹർഷി എന്നുള്ള ടൈറ്റിൽ തന്നെ എടുത്തിട്ട് അങ്ങേര് കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ എടുത്തു മാറ്റി മാരേജ് റീമാരേജ് 1891 കൊണ്ടിരിക്കുന്നു. അതേമാതിരി ഹിന്ദു മുസ്ലിം യൂണിറ്റിനെ പറ്റിയും രാമകൃഷ്ണ ഗോപാൽ പറയുന്നുണ്ട്. ഇവിടെ പരമഹംസ തൂലികാനാമത്തിൽ വഴി ബ്രിട്ടീഷിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പല വിധത്തിലുള്ള ആക്ടിവിറ്റീസിൽ പറയുന്നുണ്ട്. പുള്ളി എൽഫിൻസ്റ്റൺ കോളേജിലാണ് പഠിച്ചിരുന്നത്, ബോംബെയിൽ ജഡ്ജായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് വ്യത്യാസത്തിനെ പറ്റി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, അത് അറിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് സോഷ്യൽ റിഫോം വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി. ഇനി പ്രാർത്ഥനാ സമാജ് വഴി നമ്മൾ കാണുന്നത് ഗൈഡൻസ് റാംഡെയാണ് കൊടുക്കുന്നത്. ഇതിലും ഈ പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സ് തന്നെയാണ് കൊണ്ടുവരുന്നത്. മഹാരാഷ്ട്രയിലെ ഇന്റലക്ച്വൽ സ്ട്രെങ്ത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്, മോണോതീസം കൊണ്ടുവന്നിട്ടുണ്ട്, പ്രീസ്റ്റിനെ മാറ്റുക, കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ മാറ്റുക. ഇതൊക്കെയാണ്. തെലുഗു റിഫോമർ എന്ന് പറയുന്നത് വീരശലിംഗമാണ്. ആക്ടിവിറ്റീസ് സൗത്ത് ഇന്ത്യയിൽ വരുന്നത് വീരശലിംഗം വഴി അത് വന്നു. ഇനി വിഷ്ണു ആചാര്യര്, ഇവരൊക്കെ റൈറ്റേഴ്സ് ആണ്. മറാത്തി മാഗസീനിലും തെലുങ്കാനയില് എഴുതിയിട്ടുണ്ട്. വൈസ് ചാൻസലർ ആയിരുന്നു. വാസുദേവ് ജോഷി ആണെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഇന്റലക്ച്വൽ ആയിട്ട് കൊണ്ടുവന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വളരെ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണെങ്കിൽ കൂടിയും ഫിലോസഫേഴ്സ് ആയിട്ട് നാരായൺ ഗണേഷ്, ഗോപാൽ ഗണേഷ്, ഇവരൊക്കെ ഇതേ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത ആൾക്കാരാണ്. അവര് വളരെ നിർബന്ധമായിട്ട് ഇതൊക്കെ കൊണ്ടുവച്ചു. ബോംബെയിലുള്ള റീഫോംസ് വരുന്ന നവറോജി,
അതേമാതിരി ബംഗലെ, ഇവരൊക്കെ റിലീജിയസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് രമണാഥ് മഹർഷി സഭ കൊണ്ടിരിക്കുകയും പാസികൾക്കും അവരുടെ സോഷ്യൽ കസ്റ്റംസും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഏത് വിധത്തിൽ അത് ചെയ്യാൻ പറ്റും, എങ്ങനെ ലേഡീസിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലീഗൽ സ്റ്റേറ്റസ് വഴിയും യൂണിഫോം ലോസ് കൊണ്ടുവരിച്ചും അവര് പാസി കമ്മ്യൂണിറ്റി രക്ഷപ്പെടുത്തും. ആര്യ സമാജിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നത്. മതം അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന്റെ കാര്യങ്ങള്, അഡൽട്ട്, ഇന്റർകാസ്റ്റ് മാരേജ്, ഫീമെയിൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. മുഹമ്മദ് ആംഗ്ലോ കോളേജില് ഇവര് സയ്യദ് അഹമ്മദ് ഖാനാണ് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു കോളേജ് ഉണ്ടാക്കുകയും അതിൽ കൂടെ അഡ്വക്കേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള, സ്ത്രീകൾക്കും ആണുങ്ങൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ളതും ഓറിയന്റൽ കോളേജ് വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പറ്റിയും പുള്ളി പുറപ്പെടുവിക്കുന്നുണ്ട്. ഓക്കെ, വീരസലിംഗവും സൗത്ത് ഇന്ത്യയിലുള്ള പതിയ സ്കൂൾ ടീച്ചറായിരുന്നു. എല്ലാ വിധത്തിലും എഴുതാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതിന്റെ വീക്ക്നെസ് എന്താന്ന് വെച്ചാല് ഇന്ത്യയില് വളരെ ചെറിയ ഒരു ലെവലിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്, ഈ വീക്ക്നെസ്. പിന്നത്തെ കാര്യം, എല്ലാ അപ്പർ കാസ്റ്റിലുള്ളവർക്കാണ് ഇത് കൂടുതൽ അറിഞ്ഞത്. ഇതുകൂടെ ഇവിടെ നമ്മൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.